അല്പസമയ വചന ശുശ്രൂഷയ്ക്കായിട്ട് ഒരു വേദവചനം വായിക്കുന്നു. 2-ാം സങ്കീർത്തനം 7-ാം വാക്യം. ഞാനൊരു നിർണയം പ്രസ്താവിക്കുന്നു. കർത്താവ് എന്നോട് അരുളി ചെയ്തത്, നീ എൻ്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു. ദൈവത്തിൻ്റെ ദാസനായ ദാവീദ് ആത്മാവിൽ പാടിയ ഒരു പാട്ടിൻ്റെ അഥവാ സങ്കീർത്തനത്തിൻ്റെ ഒരു ഭാഗമാണ് നമ്മൾ വായിച്ചത്. ഈ സങ്കീർത്തന ഭാഗം നമുക്ക് അപ്പോസ്തല പ്രവൃത്തി ലൂക്കോസ് എന്ന കർത്താവിൻ്റെ ഭക്തൻ യേശുക്രിസ്തുവിൻ്റെ പേരിൽ ഉദ്ധരിച്ചതായിട്ട് നമുക്ക് വായിക്കുന്നു. അവിടെ നമുക്ക് വായിക്കാൻ കഴിയും. കർത്താവിൻ്റെ ദാസനിലൂടെ, കറക്റ്റായി പറഞ്ഞാൽ കർത്താവിൻ്റെ ദാസനായ ലൂക്കോസിലൂടെ യേശുക്രിസ്തു ഈ വചനം ഉച്ചരിച്ചതായിട്ട് നമ്മൾ വായിക്കുന്നു. എൻ്റെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, അപ്പോസ്തോലന്മാരുടെ കരങ്ങളാൽ മത്തായി മുതൽ വെളിപ്പാട് വരെയുള്ള ദൈവീയ ഉപദേശങ്ങൾ രചിച്ചിരിക്കുന്നത് യേശുക്രിസ്തുവാണ്. യേശുവിൻ്റെ ചരിത്ര പുസ്തകം 4 അപ്പോസ്തല പ്രവൃത്തി ആയാലും ലേഖനങ്ങളായാലും വെളിപ്പാട് പുസ്തകമായാലും ഇതെല്ലാം രചിച്ചത് യേശുക്രിസ്തു തന്നെയാണ്. അത് അപ്പോസ്തോലന്മാരുടെ കരങ്ങളിലൂടെയാണ്. ദൈവം അതിനുപയോഗിച്ചത് അപ്പോസ്തോലന്മാർ എന്ന വൃന്ദങ്ങളെയാണ്. അതിന് കാരണം കർത്താവാകുന്ന യേശുക്രിസ്തു ജീവിപ്പിക്കുന്ന ആത്മാവായവൻ എഫെസ്യ ലേഖനം 4:11 പറയുന്നു, അവൻ ചിലരെ, അവിടെ അവൻ എന്ന് പറഞ്ഞിരിക്കുന്നത് പരിശുദ്ധാത്മാവിനെ അഥവാ യേശുക്രിസ്തുവിനെയാണ്. അവൻ ചിലരെ അപ്പോസ്തോലന്മാരായും പ്രവാചകന്മാരായും സുവിശേഷകന്മാരായും ഇടയന്മാരായും ഉപദേഷ്ടാക്കന്മാരായും നിയമിച്ചിരിക്കുന്നു. അതിൽ ഒന്നാമത്തെ ഗ്രേഡാണ് അപ്പോസ്തോലൻ. അപ്പോസ്തോലൻ എന്ന് പറയുന്നത് ദൈവസഭയ്ക്കകത്തുള്ള ഒരു ശുശ്രൂഷയാണ്. ദൈവസഭയുടെ ഒന്നാമത്തെ ശുശ്രൂഷയാണ് അപ്പോസ്തോലൻ. ഇന്നും കർത്താവിൻ്റെ സന്നിധിയിൽ ഈ അപ്പോസ്തോലന്മാരുണ്ട്. കർത്താവിൻ്റെ 12 ശിഷ്യന്മാരും അപ്പോസ്തോലന്മാരായിരുന്നു. എന്നാൽ ദൈവത്തിൻ്റെ സഭയിൽ ഒന്നാമത് അപ്പോസ്തോലൻ. എഫെസ്യ ലേഖനം പഠിപ്പിക്കുന്നത് അവ അപ്പോസ്തോലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിലാണ് ദൈവസഭ പണിയുന്നതെന്ന്. അപ്പം ദൈവസഭ പണിത് തീരാത്തത് കൊണ്ട് ഇപ്പോഴും ഈ അടിസ്ഥാനം നിലനിൽക്കുകയാണ്. അപ്പോസ്തോലന്മാരെന്നും പ്രവാചകന്മാരെന്ന അടിസ്ഥാനം നിലനിൽക്കുകയാണ്. എപ്പോഴാണ് അവസാനം ദൈവസഭയുടെ റാപ്ചർ എപ്പോൾ സംഭവിക്കുമോ അതുവരെയും ദൈവസഭയുള്ള ബന്ധത്തിൽ അപ്പോസ്തോലന്മാരും പ്രവാചകന്മാരും ഈ ഭൂമിയിൽ ഉണ്ടായിരിക്കുന്നതാണ്. അത് ദൈവത്തിൻ്റെ ഹിതമാണ്. വിശുദ്ധ പൗലോസിന്റെ ലേഖനത്തിൽ 2 കൊരിന്തി 12-ാം അധ്യായത്തിൽ 12-ാം വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, അപ്പോസ്തോലന്റെ ലക്ഷണങ്ങൾ പൂർണ്ണ സഹിഷ്ണുതയാലും അടയാളങ്ങളിലാലും അത്ഭുതങ്ങളാലും വീര്യപ്രവൃത്തിയാലും നിങ്ങളുടെ ഇടയിൽ വെളിപ്പെട്ടു വന്നുവല്ലോ. അപ്പോസ്തോലന്റെ ലക്ഷണങ്ങൾ പൂർണ്ണ സഹിഷ്ണുതയിലും അടയാളങ്ങളിലും അത്ഭുതങ്ങളിലും പ്രവൃത്തികളാലും നിങ്ങളുടെ ഇടയിൽ വെളിപ്പെട്ടു വന്നുവല്ലോ. അങ്ങനെയാണെങ്കിൽ ദൈവസന്നിധിയിലുള്ള അപ്പോസ്തോലൻ പൂർണ്ണ സഹിഷ്ണുതയുള്ളവനും അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ യേശുക്രിസ്തുവിൻ്റെ സഭയുടെ അഭിവൃദ്ധിക്കായി പ്രവർത്തിക്കുന്നവനുമാണ്. ഇങ്ങനെയുള്ള വ്യക്തിയെയാണ് അപ്പോസ്തോലൻ എന്ന് വിളിക്കുന്നത്.
ഇന്നും യേശുക്രിസ്തുവിൻ്റെ സഭയിൽ ഈ അപ്പോസ്തോലന്മാർ ഉണ്ട്. കർത്താവാകുന്ന ദൈവസന്നിധിയിൽ സഹിഷ്ണുതയാലും വീര്യപ്രവർത്തിയാലും കർത്താവിൻ്റെ വചനത്തെ, യേശുക്രിസ്തുവിൻ്റെ ക്രൂശിൻ്റെ വചനത്തെ ഉറപ്പിക്കുന്ന വിശുദ്ധന്മാരുടെ കൂട്ടമുണ്ട്. ആകയാൽ അപ്പോസ്തോലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിൽ ദൈവം ദൈവസഭയെ പണിതുകൊണ്ടേയിരിക്കുന്നു. എഫെസ്യർ 2:20 വായിക്കുന്നത്, ക്രിസ്തുവേശു തന്നെ മൂലക്കല്ലായിരിക്കെ നിങ്ങളെ അപ്പോസ്തോലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ പണിതിരിക്കുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ സഭയെ ദൈവത്തിൻ്റെ ഹിതപ്രകാരം പണിതുകൊണ്ടേയിരിക്കുന്നു. 4:11 പറയുന്നു, അവൻ ചിലരെ അപ്പോസ്തോലന്മാരായും പ്രവാചകന്മാരായും സുവിശേഷകന്മാരായും ഇടയന്മാരായും ഉപദേഷ്ടാക്കന്മാരായും നിയമിച്ചിരിക്കുന്നു. ഈ നിയമനം ഇപ്പോഴും നടക്കുകയാണ് ദൈവസഭയ്ക്ക്. കർത്താവിൻ്റെ സഭ എന്ന് അവസാനിപ്പിക്കും? കർത്താവ് പറഞ്ഞു, നിങ്ങൾ ഈ മന്ദിരം, യഹൂദന്മാരോട് പറഞ്ഞു, യഹൂദന്മാരുടെ പ്രമാണിമാരോട് പറഞ്ഞു, നിങ്ങൾ ഈ മന്ദിരം പൊളിപ്പീൻ, ഞാൻ 3 ദിവസത്തിനകം ഇതിനെ പണിയും. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ കർത്താവാകുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധ ശുശ്രൂഷയുടെ ആരംഭ പീരീഡിൽ ആ കാര്യം നമ്മൾക്ക് കാണാൻ കഴിയും. അതിന് 2:19 വായിക്കുമ്പോൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, യേശു അവരോട്, ഈ മന്ദിരം പൊളിപ്പീൻ, ഞാൻ 3 ദിവസത്തിന് അകം അതിനെ പണിയും എന്നുത്തരം പറഞ്ഞു. അപ്പോൾ കർത്താവിൻ്റെ സഭയാകുന്ന, ശരീരമാകുന്ന മന്ദിരത്തെ ദൈവം പണിതുകൊണ്ടിരിക്കുകയാണ്. ആകയാൽ ദൈവസഭയ്ക്കകത്ത് അപ്പോസ്തോലനുണ്ട്, പ്രവാചകനുമുണ്ട്, ഉപദേഷ്ടാവുണ്ട്, സുവിശേഷകനുണ്ട്, അധ്യക്ഷന്മാരുണ്ട്. അധ്യക്ഷൻ അഥവാ ഇടയന്മാരുണ്ട്. ഹല്ലേലൂയ. ദൈവികമായ ഈ ശുശ്രൂഷ ചെയ്യുവാൻ കർത്താവിനാൽ മുന്നറിവും ദൈവത്തിൻ്റെ തെരഞ്ഞെടുപ്പും വിളിയും യോഗ്യതയുമുള്ളവരെ തക്ക സമയത്ത് വേർതിരിക്കട്ടെ. വിശുദ്ധ തിരുവെഴുത്തിൽ കർത്താവിൻ്റെ ദാസനായ പൗലോസും ബർന്നബാസും ചില വിശുദ്ധന്മാരുമായിട്ട് അന്ത്യോക്യയിൽ സഭയിൽ ഉപവസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രവാചകനായ പൗലോസിനെയും ബർന്നബാസിനെയും ദൈവം വിളിച്ച വിളിക്കായി വേർതിരിച്ചതായിട്ട് നമ്മൾ തിരുവെഴുത്തിൽ വായിക്കുന്നു. ഹല്ലേലൂയ. ആകയാൽ ദൈവത്തിൻ്റെ സഭയിൽ ദൈവം അപ്പോസ്തോലന്മാരെ നിയമിച്ചിരിക്കുന്നു. ഈ നൂറ്റാണ്ടിലും എല്ലാ നൂറ്റാണ്ടിലും ദൈവം തൻ്റെ പ്രവൃത്തി ചെയ്തുകൊണ്ടേയിരിക്കുന്നു. പ്രിയരെ, ഇവിടെ നമ്മൾ സങ്കീർത്തന പുസ്തകങ്ങളിൽ വായിച്ചത്, സങ്കീർത്തനം 2-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യത്തിൽ ദൈവദാസനായ ദാവീദ് ആത്മാവിൽ പാടിയ ഒരു വിഷയമാണ്. കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ഒരു ദൈവീക നിർണയമാണ്. മുന്നറിവിൻ പ്രകാരമുള്ള ദൈവിക പദ്ധതിയെക്കുറിച്ചാണ് കർത്താവായ ദൈവം ഇവിടെ ഉച്ചരിച്ചിരിക്കുന്നത്. ഞാൻ ഒരു നിർണയം പ്രസ്താവിക്കുന്നു. കർത്താവ് എന്നോട് അരുളി ചെയ്തത്, നീ എൻ്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു. അപ്പം ഇതൊരു പ്രവചന വാക്യമാണ്. നമ്മുടെ കർത്താവായ നസറനായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രവചനവാക്യം. ഈ പ്രവചനവാക്യം ഉച്ചരിക്കുന്ന സമയത്ത് യേശു മനുഷ്യനായി ഭൂമിയിൽ വെളിപ്പെട്ടിരുന്നില്ല. എന്നാൽ ദൈവത്തിൻ്റെ ദാസനായ ദാവീദ് എന്നുണ്ടായിരുന്നു. ദൈവദാസനായ ദാവീദിലൂടെ ദൈവം പ്രവചനാത്മാവിൽ ഉച്ചരിച്ചതാണ്. സ്തോത്രം. എന്താണ്? നീ എൻ്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു. ആ ഇന്ന് എന്നുള്ളത് ഞാനൊരു ദിവസം ഒരു മെസ്സേജിൽ പറഞ്ഞതാണ്. ഇന്ന് എന്നുള്ളത് ഒരു പീരീഡാണ്. ആ പീരീഡാണ് കൃപായുഗം. കൃപായുഗത്തിൻ്റെ
ആരംഭ പീരീഡും ഇതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. കൃപായുഗത്തിൻ്റെ ആരംഭ പീരീഡ് എന്ന് പറയുന്നത് പെന്തക്കോസ്ത് നാളിലും മുമ്പ്, അതായത് യേശുവിൻ്റെ ശാരീരിക ജനനം മുതൽ, അതായത് BC 3-നും 4-നും ഇടയ്ക്കുള്ള പീരീഡിലാണ് നസറനായ യേശു ഭൂമിയിൽ മനുഷ്യനായിട്ട് ജനിച്ചത്. ആ മനുഷ്യനായി ജനിച്ച പീരീഡ് മുതൽ ആമൻ ക്രൂശ് മരണം വരെയും, ക്രൂശ് മരണത്തിന് ശേഷം 50-ാം ദിവസത്തിൽ പെന്തക്കോസ്ത് നാളിൽ ദൈവസഭയുടെ ആരംഭം ആരംഭിച്ചു. അപ്പോൾ ആ ആരംഭ ദിവസത്തിനു മുമ്പ് ദൈവം ക്രമീകരിച്ച ഒരു ക്രമീകരണ ദിവസമായിരുന്നു BC 4-ാം നൂറ്റാണ്ട് മുതൽ 4-ാം നൂറ്റാണ്ടിലും 3-4 നൂറ്റാണ്ടുകളുടെ ഇടയിൽ മുതൽ ക്രൂശ് മരണം വരെയും, അടക്കം, ഉയർപ്പ്, പിന്നെ പെന്തക്കോസ്ത് നാൾ വരെ ഒരു പീരീഡാണ്. പെന്തക്കോസ്ത് നാളിന് ശേഷം കർത്താവിൻ്റെ രണ്ടാമത്തെ പീരീഡാണ് ഈ ജനിപ്പിച്ചു എന്നുള്ള വിഷയത്തോടുള്ള ബന്ധത്തിൽ. നീ എൻ്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ, ആ ഇന്നെന്നുള്ള ഇതിന് ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ, സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് ഒരു പ്രകാശം വരുമല്ലോ, ആ പ്രകാശമാണ് BC 4-ാം ആണ്ട് മുതൽ AD 30 വരെയുള്ള. അതുകൊണ്ട് ആ പ്രകാശം ചെറുതൊന്നല്ല, നമ്മുടെ തലയായവൻ്റെ പ്രകാശമാണ്, അതിശ്രേഷ്ഠമാണ്, അത്യുന്നതമാണ്. സ്തോത്രം. ഈ പുത്രൻ എന്നുള്ള വിഷയത്തോടുള്ള ബന്ധത്തിലാണ് പുത്രനെ ഇന്ന് ജനിപ്പിക്കുന്നതിന് മുമ്പ് ദൈവത്തിൻ്റെ പദ്ധതിയിൽ പ്രകാരമുള്ള അതിതേജസ്സേറിയ ആ ദൈവിക പ്രവൃത്തിയായിരുന്നു BC 3.5 നൂറ്റാണ്ട് മുതൽ AD 30 വരെയുള്ള പീരീഡ്. ആ പീരീഡിൻ്റെ ഫലം എന്നതാണ് പെന്തക്കോസ്ത് നാൾ മുതൽ ദൈവപുത്രനെ ജനിപ്പിക്കുന്ന പീരീഡ് ആരംഭിക്കുകയാണ്. അതുകൊണ്ട് തലയായ അവൻ ദൈവപുത്രൻ്റെ ഭാഗമല്ല എന്നല്ല ഞാനീ പറഞ്ഞത്. തലയും ഉടലും കൂടെ ചേർന്നതാണ് ദൈവപുത്രൻ. പ്രൈസ് ദി ലോർഡ്. അപ്പം അതിനെക്കുറിച്ചുള്ളൊരു പ്രവചനമാണ് ഇവിടെ നമ്മൾ തിരുവെഴുത്തിൽ വായിച്ചിരിക്കുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ കർത്താവായ യേശുവിൻ്റെ ജനന സമയത്ത്, സ്തോത്രം, കർത്താവിൻ്റെ ദൂതനായ ഗബ്രിയേൽ ദൂതൻ മുഖാന്തരം ദൈവം ബെത്ലഹേമിലേക്ക് കർത്താവിൻ്റെ ദാസിയായ മറിയത്തിൻ്റെ അരികിലേക്ക് അയച്ചു. ദൂതനെ അയച്ച് കർത്താവിൻ്റെ ദാസിക്ക് ദൈവികമായ ദർശനം കൊടുത്തു. ഹല്ലേലൂയ. ആ ദർശനത്തിൽ കർത്താവിൻ്റെ ദാസിയോട് ദൈവത്തിൻ്റെ ദൂതൻ പറയുന്നതായ ചില ആലോചനകൾ നമ്മൾ തിരുവെഴുത്തിൽ വായിക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അതിൻ്റെ 1-ാം അധ്യായം, ലൂക്കോസ് സുവിശേഷം 1-ാം അധ്യായത്തിലാണ് ആ വിഷയം പറയുന്നത്. അപ്പം മറിയത്തിന് കൊടുത്ത ദർശനപ്രകാരവും അത് യോസഫിനും അതേ ദൂതൻ മുഖാന്തരം സ്വപ്നവും കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണ് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ ജനനം നടക്കുന്നത്. കർത്താവിൻ്റെ ജനനത്തെക്കുറിച്ച് ഞാൻ നിങ്ങളോട് പറയാതെ തന്നെ നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. അതിന് 1:30 വായിക്കും, ദൂതൻ അവളോട്, മറിയെ ഭയപ്പെടേണ്ട, നിനക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു. സ്തോത്രം. അതെവിടേക്കാണ്? 6-ാം മാസത്തിൽ ദൈവം ഗബ്രിയേൽ ദൂതനെ നസറേത്ത് എന്ന ഗലീല പട്ടണത്തിൽ ദാവീദ് ഗൃഹത്തിലുള്ള യോസഫ് എന്നൊരു പുരുഷന് വിവാഹം നിശ്ചയിച്ചിരുന്ന കന്യകയുടെ അടുക്കിലേക്ക് അയച്ച്. അപ്പം ആ കന്യകയുടെ പേര് മറിയം എന്നാണ്. എന്നിട്ടാണ് പറയുന്നത്, മറിയെ ഭയപ്പെടേണ്ട, നിനക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു, നീ ഗർഭം ധരിച്ച ഒരു മകനെ പ്രസവിക്കും, അവന് യേശു എന്ന് പേരിടണം. അപ്പം ഇതേ യോസഫിനോടുത്ത സ്വപ്നം നിങ്ങൾക്കറിയാമല്ലോ. മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 18-20 വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്കത് കാണാൻ കഴിയുന്നുണ്ട്. അപ്പം ഇവർ രണ്ടുപേരുടെ സാക്ഷിമൊഴി അനുസരിച്ച് ജനിച്ച കുഞ്ഞിന് അവർ യേശു എന്ന് പേരിട്ടു. നമുക്കെല്ലാവർക്കും അറിയാവുന്ന വിഷയമാണ്. അപ്പം അതിനു മുമ്പ് വരെ യേശു എന്ന പേര് ലോകത്തിൽ വെളിപ്പെട്ടതാണ്.
മറിയവും യോസെപ്പിൻ്റെയും ആലോചന പ്രകാരം ജനിച്ച കുഞ്ഞിന്, ആ ശരീരത്തിന് യേശു എന്ന് പേരിട്ടത്. അതിനു മുമ്പ് യേശു എന്ന പേര് ലോകത്തിൽ ആരും കേട്ടില്ല. ആദ്യം കേട്ടത് മറിയവും, പിന്നെ കേട്ടത് യോസെപ്പുമാണ്. ആരുടെ വായിലൂടെ? ഗബ്രിയേൽ ദൂതൻ്റെ വായിലൂടെ ആദ്യം കേട്ടത് മറിയവും പിന്നെ യോസെപ്പുമാണ്. സ്തോത്രം. മറിയം ഗർഭിണിയായി എന്ന് അറിഞ്ഞതിന് ശേഷം അവൻ നീതിമാനാകൊണ്ട് ഗൂഢമായി ഉപേക്ഷിപ്പാൻ ആഗ്രഹിച്ചപ്പോൾ സ്വപ്നത്തിൽ ദൈവത്തിൻ്റെ ദൂതൻ അവന് പ്രത്യക്ഷനായിട്ടാണ് ആവശ്യം. അപ്പം ഗർഭിണിയായതിന് ശേഷമാണ്. ആകയാൽ ആദ്യം ദൈവികമായ ആലോചന പ്രകാരം മറിയത്തിനാണ് യേശു എന്ന പേര് ആദ്യം വെളിപ്പെട്ടത്. അതുകൊണ്ട് യേശു എന്ന പേര് ഇതിനു മുമ്പ് ഉണ്ടായിരുന്നില്ലയോ? ഉണ്ടായിരുന്നു. ദൈവം എന്നുണ്ടോ അന്നു മുതൽ ദൈവത്തിൻ്റെ പേരാണ് യേശു എന്ന പേര്. യേശു എന്ന പേര് മഹാദൈവത്തിൻ്റെ പേരാണ്. മഹാദൈവത്തിന് ആത്മാവ്, ജീവൻ, ശരീരം എന്ന 3 ഘടകം. ഈ 3 ഘടകത്തിൻ്റെയും പേര് ദൈവം എന്നുണ്ടോ അന്നു മുതൽ ദൈവത്തിൻ്റെ പേരാണ് യേശു എന്ന പേര്. എന്നാൽ യേശു ക്രിസ്തു എന്ന പേര് പിന്നെ സംഭവിച്ചതാണ്. അതാണ് തിരുവെഴുത്ത് നമ്മൾ വായിച്ചത്, നീ എൻ്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു. അപ്പം ആ ഇന്നെന്നുള്ളത് ആണ് എന്നാ തുടങ്ങിയത്? BC 4-ാം ആണ്ട് മുതൽ AD 30 വരെയുള്ള ഒരു പീരീഡും, AD 30 പെന്തക്കോസ്ത് നാൾ മുതൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന രണ്ടാമത്തെ പീരീഡും, ഈ 2 പീരീഡും കൂടെ ചേർത്താണ് ഇന്ന് എന്ന പദത്തിൻ്റെ അർത്ഥം വരുന്നത്. അല്ലെങ്കിൽ ആ ഇന്ന് എന്ന ദിവസത്തിൻ്റെ വ്യാപ്തി, അല്ലെങ്കിൽ അതിൻ്റെ തുടക്കം മുതൽ തുടക്കം എന്ന് പറയുന്നത് BC 4-ാം ആണ്ടിലും എൻഡെന്ന് പറയുന്നത് ദൈവസഭയുടെ റാപ്ചറുമാണ്. സ്തോത്രം. നമ്മൾക്ക് ഒരു ദിവസം എന്ന് പറയുന്നത് സൂര്യൻ ഉദിച്ച് അസ്തമിച്ച് പിറ്റേ ദിവസം സൂര്യൻ ഉദിക്കുന്നത് വരെയുള്ള ടൈമാണ് ഒരു ദിവസം നമ്മൾ കണക്കൂട്ടുന്നത് പോലെ. ദൈവം ദൈവപുത്രനെ ജനിപ്പിച്ചു എന്ന് പറയുന്ന ആ ദൈവത്തിൻ്റെ ദിവസം എന്ന് പറയുന്നത് BC 4-ാം ആണ്ട് മുതൽ ദൈവസഭയുടെ റാപ്ചർ വരെയുള്ള പീരീഡാണ്. ഹല്ലേലൂയ. അപ്പം ഈ പീരീഡിൽ ദൈവം തൻ്റെ പേര്, അതായത് മഹാദൈവത്തിൻ്റെ പേര്, അന്ന് ദൈവം പിതാവുമായിരുന്നില്ല, ദൈവം പുത്രനുമല്ല, ദൈവം ആത്മാവുമല്ല, ദൈവമാണ്. ഏദേനിൽ ആദമിനെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് ദൈവമുണ്ട്. ദൂതന്മാർ പാപം ചെയ്യുന്നതിന് മുമ്പ് ദൈവമുണ്ട്. ദൈവം ദൂതന്മാരെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് ദൈവമുണ്ട്. ദൈവം സ്വർഗം സൃഷ്ടിക്കുന്നതിന് മുമ്പിട്ട് ദൈവമുണ്ട്. ആ ദൈവം എന്നുണ്ടോ അന്ന് മുതൽ ദൈവത്തിൻ്റെ പേരാണ് യേശു എന്ന പേര്. ഹല്ലേലൂയ. അത് മലയാള ഭാഷയിൽ നമ്മൾ യേശു എന്ന് ഉച്ചരിക്കുന്നു, ഹീബ്രു ഭാഷയിൽ യേശുവ എന്ന് ഉച്ചരിക്കുന്നു. ഇത് തമ്മിൽ യാതൊരു വ്യത്യാസവും കർത്താവാകുന്ന യേശു ക്രിസ്തുവിൽ ഞാൻ കാണുന്നില്ല. ഒരു എക്സാമ്പിൾ മാത്രം പറയാം. യോഹന്നാൻ എന്ന് മലയാളത്തിൽ പറയുന്നു, ജോൺ എന്ന് ഇംഗ്ലീഷിൽ പറയുന്നു. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ജോയൽ എന്ന് ഇംഗ്ലീഷിൽ പറയുന്നു, യോന എന്ന് അത് ഒത്തുവരുന്നില്ല. എങ്കിലും എൻ്റെ പ്രിയ സഹോദരങ്ങളെ, അങ്ങനെ പല പേരുകളുണ്ട്. ഫോർ എക്സാമ്പിൾ ഏബ്രഹാം എന്ന് ഇംഗ്ലീഷിൽ പറയുന്നു, അബ്രഹാം എന്ന് ഹീബ്രു പറയുന്നു, അല്ലെങ്കിൽ മലയാളത്തിൽ പറയുന്നു. ഇത് തമ്മിലുള്ള വ്യത്യാസമുണ്ട്? യാതൊരു വ്യത്യാസവുമില്ല. അത് ഉച്ചാരണത്തിൽ വരുന്ന വ്യത്യാസങ്ങളാണ്. ഉച്ചാരണത്തിൽ ഇപ്പം മലയാളത്തിൽ യേശു എന്ന് പറയുന്നു, ഹിന്ദിയിലും ഈശു എന്ന് പറയുന്നു. ഈ ഈശു എന്ന് പറയുന്ന ഹിന്ദിയിൽ പറയുന്നതും യേശു എന്ന് പറയുന്ന മലയാളത്തിൽ പറയുന്നു, യേശുവ എന്ന് ഹീബ്രു പറയുന്നതും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് എനിക്കറിയില്ല. അത്
ഭാഷകളിലുള്ള ഉച്ചാരണ വ്യത്യാസമാണ്. അതിന് ദൈവത്തിന് യാതൊരു പരാതിയില്ല. നമ്മൾ പരാതി ഉണ്ടാക്കാതിരുന്നാൽ മതി എന്ന എൻ്റെ ഒരു അഭിപ്രായമാണ്. എന്തായാലും എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ചിന്താവിഷയം ദൈവപുത്രൻ എന്നുള്ളതാണ്. ഈ യേശു എന്ന പേര് ഗബ്രിയേൽ ദൂതൻ മുഖാന്തരമായി മറിയത്തിൻ്റെ ചെവിയിലെത്തിയപ്പോഴാണ് ലോകം യേശു എന്ന പേര് കേൾക്കുന്നത്. ഗബ്രിയേൽ ദൂതൻ മുഖാന്തരം യോസഫിൻ്റെ അറിവിലെത്തിയപ്പോഴാണ് യോസഫ് മുഖാന്തരവും മറിയവും മുഖാന്തരവുമായി ജനിച്ച കുഞ്ഞിന് ലോകം അറിയത്തക്ക രീതിയിൽ ആ കുഞ്ഞിന് യേശു എന്ന പേരിട്ടത്. പ്രിയ സഹോദരങ്ങളെ, ആ കുഞ്ഞിന് യേശു എന്ന് പേരിട്ട് ഏകദേശം 30-ാം വയസ്സായപ്പോൾ യോർദാനിൽ യോഹന്നാൻ സ്നാപകന്റെ കൈകളാൽ സ്നാനപ്പെട്ട് ഉടനെ സ്വർഗത്തിലെ ദൈവം അവനെ അഭിഷേകം ചെയ്തു. ആ നിമിഷം മുതൽ ആ ശരീരം, യേശു എന്ന ശരീരം യേശു ക്രിസ്തുവായി, അഭിഷക്തനായി. അതിനുശേഷമാണ് യേശു ക്രിസ്തുവാകുന്നത്. അപ്പോൾ യേശു ക്രിസ്തു എന്നത് ഈ ഭൂമിയിൽ പിശാചിനെ തകർക്കാൻ വേണ്ടിയുള്ള ദൈവത്തിൻ്റെ പദ്ധതിയാണ്. ആ പദ്ധതിയാണ് മറിയം പരിശുദ്ധാത്മാവിൽ ഗർഭം ധരിച്ചു. ഞാനിങ്ങനെ എങ്ങനെ പുരുഷനെ അറിയായില്ല, ഇതെങ്ങനെ സംഭവിക്കുമെന്ന് മറിയം ഗബ്രിയേൽ ദൂതനോട് ചോദിക്കും. ഗബ്രിയേൽ ദൂതൻ പറയുകയാണ്, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതിൻ്റെ ശക്തി നിന്റെ മേൽ നിഴലിടും, ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കും. ദൈവപുത്രനെന്ന് വിളിക്കപ്പെടുവാൻ ദൈവത്തിൻ്റെ നിർണയപ്രകാരം ദൈവത്തിൻ്റെ സമയത്തിന് സംഭവിച്ച കാര്യമാണ്. ഞാനിതാ കർത്താവെ, നിന്റെ ദാസി ദൈവഹിതം പോലെ സംഭവിക്കട്ടെ എന്ന് ഏൽപ്പിച്ചു കൊടുത്ത സമയത്ത് ദൈവമായ പരിശുദ്ധാത്മാവ്, ആരാ പരിശുദ്ധാത്മാവ്? ദൈവമാണ്. ആ ദൈവമായ ആത്മാവ് മറിയത്തിൻ്റെ ഗർഭപാത്രത്തിൽ വന്നിട്ട് ഒരു ശരീരം ധരിച്ചു. ദൈവശക്തിയാൽ ഒരു ശരീരം ധരിച്ചു. ഈ ശരീരത്തെ കാലത്തിൻ്റെ പൂർണ്ണതയിൽ, സമയത്തിൻ്റെ പൂർണ്ണതയിൽ മറിയം പ്രസവിച്ചു. ആ പ്രസവിച്ച ശരീരത്തിന് അവർ യേശു എന്ന് പേരിട്ടു. ഈ ശരീരത്തെ ഏകദേശം 30-ാം വയസ്സിൽ യോർദാൻ കരയിൽ വെച്ച് ദൈവം അഭിഷേകം ചെയ്തു സ്നാനത്തിന് ശേഷം. അങ്ങനെ ഈ ശരീരമാണ് യേശു ക്രിസ്തുവായത്. ഹല്ലേലൂയ. എന്തിനു വേണ്ടിയാണ് ദൈവം ആ ശരീരത്തെ അഭിഷേകം ചെയ്ത് ക്രിസ്തുവാക്കിയത്? സാത്താൻ ഏതേനിൽ ആദ്യ മനുഷ്യനിൽ ആത്മാവിലാണ് അവനെ ചതിച്ച് പാപം ചെയ്യിപ്പിച്ചത്. കാരണം പിശാച് ആത്മാവാണ്. ആത്മാവിൽ പിശാച് ആദ്യ മനുഷ്യനെ വശീകരിച്ച്, വഞ്ചിച്ച്, ചതിച്ച് അവന് ദൈവം കൊടുത്ത പദവിയായ പുത്രൻ എന്ന പദവി, ദൈവത്തിൻ്റെ പുത്രൻ എന്ന പദവി നഷ്ടപ്പെടുത്തി. അവന് പകരം ഏത് പദവി കിട്ടി? പിശാചിൻ്റെ ഇഷ്ടം ചെയ്തതുകൊണ്ട് പിശാചിൻ്റെ പുത്രൻ എന്ന പദവി ലഭിച്ചു. ദൈവപുത്രൻ എന്നുള്ള പദവി നഷ്ടപ്പെടുത്തി പിശാചിൻ്റെ പുത്രൻ എന്നുള്ള പദവിക്ക് യോഗ്യതക്കാരനായി. ഈ പ്രവൃത്തിയെല്ലാം ചെയ്തത് പിശാച് ആത്മാവിലാണ്. കാരണം പിശാച് ആത്മാവാണ്, ദുഷ്ടാത്മാവാണ്. പിശാച് ആത്മാവാണ്, പക്ഷെ ദുഷ്ടാത്മാവാണെന്ന് മാത്രമേ. അപ്പം ആത്മാവിൽ പിശാച് ആദ്യ മനുഷ്യനിൽ ചെയ്ത പ്രവൃത്തി അഴിക്കേണ്ടതിന് ദൈവം അതേ ആത്മാവിൽ ഒരു ശരീരം ധരിച്ചു. ആ ശരീരത്തിനും ദൈവം യേശു എന്ന പേരിട്ടു. ആ പേര് മഹാദൈവത്തിൻ്റെ പേര് തന്നെയാണ്.
ദൈവത്തിൻ്റെ, ഞാൻ നേരത്തെ പറഞ്ഞുവല്ലോ, ദൈവം ആത്മാവാണ്. ആത്മാവായ ദൈവത്തിന് 3 ഘടകമുണ്ട്: ആത്മാവ്, ജീവൻ, ശരീരം. ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചിന്തിച്ചതാണ് ദൈവജനമേ, യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റത് പോകുന്നതായിട്ട്, സ്വർഗാരോഹണം ചെയ്യുന്നതായിട്ട് ശിഷ്യന്മാർ കണ്ടാലോ, ആ കാണുന്നത് പരിശുദ്ധാത്മാവിനെയാണ് കർത്താവ് പറഞ്ഞത്. ആ പരിശുദ്ധാത്മാവിൽ ആത്മാവുണ്ട്, ജീവനുണ്ട്, ശരീരമുണ്ട്. ഇതേപോലെ തന്നെയായിരുന്നു നമ്മുടെ ദൈവം എന്നുണ്ടായിരുന്നു അന്നു മുതൽ ഉള്ള ദൈവത്തിൻ്റെ ആത്മാവിൻ്റെയും ജീവന്റെയും ശരീരത്തിൻ്റെയും പേരാണ് യേശു എന്നുള്ളത്. അങ്ങനെ ആ യേശു എന്ന പേരിൽ കർത്താവ് നിലനിൽക്കുന്ന വേളയിലാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. എന്തിനാ? പാപത്തിന് അവസാനം വരുത്താനാണ്. പാപത്തിന് അറുതി വരുത്തുക. പിശാചിനാൽ പരീക്ഷിക്കപ്പെട്ടു, പിശാചിനാൽ വഞ്ചിക്കപ്പെട്ടു. ഉപായത്തിൽ പിശാച് മനുഷ്യൻ്റെ ദൈവപുത്രൻ എന്നുള്ള പദവി നഷ്ടപ്പെടുത്തി പിശാചിൻ്റെ പുത്രൻ എന്നുള്ള പദവിയിലേക്ക് അവനെ പ്രവേശിപ്പിച്ചു. ഇതെല്ലാം ചെയ്തത് ആത്മാവിലാണ്. ആകയാൽ പിശാച് ചെയ്ത ഈ പ്രവൃത്തി അഴിക്കേണ്ടതിന് ദൈവം അശുദ്ധിയുടെ ആത്മാവിനാൽ, പിശാച് എന്ന അശുദ്ധിയുടെ ആത്മാവിനാൽ മനുഷ്യനിൽ ചെയ്ത പ്രവൃത്തിയെ ദൈവം അഴിക്കേണ്ടതിന് ദൈവം വിശുദ്ധിയുടെ ആത്മാവിനാൽ ആരെ അഭിഷേകം ചെയ്തു? യേശു എന്ന പുത്രനെ. അങ്ങനെ യേശു എന്ന പുത്രൻ അഭിഷിക്തനായപ്പോൾ യേശു ക്രിസ്തുവായി തീർന്നു. എന്തിനു വേണ്ടി? പിശാചിൻ്റെ പ്രവർത്തികളെ അഴിപ്പാൻ. അപ്പൊ നീ എൻ്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു. ആ ഇന്നെന്നുള്ള ദിവസത്തിൽ ദൈവപുത്രന് യേശു ക്രിസ്തു എന്ന പേര് ദൈവം കൊടുത്തതിൻ്റെ കാരണം, അല്ലെ ദൈവം ഇങ്ങനൊരു പുത്രനെ ജനിപ്പിച്ചതിൻ്റെ കാരണം പിശാചിൻ്റെ പ്രവർത്തികളെ അഴിപ്പാനാണ്. യേശു എന്ന പേര് നേരത്തെ ഉള്ളതാണ്, അത് പുത്രന് കൊടുത്തു. അതുകൊണ്ട് യേശു ഇങ്ങനെ ഭൂമിയിൽ നിന്ന് പറഞ്ഞു, പിതാവേ, നിന്റെ പേര് എനിക്ക് തന്നു. പരിശുദ്ധ പിതാവേ, ഈ ശിഷ്യന്മാർ ഒന്നാകേണ്ടതിന് നീ എനിക്ക് തന്നിരിക്കുന്ന നിന്റെ പേരിൽ ഇവരെ കാത്തുകൊള്ളണം. അപ്പം പരിശുദ്ധനായ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പേരാണ് ആർക്ക് കൊടുത്തത്? പുത്രന് കൊടുത്തതെന്ന് പുത്രൻ സാക്ഷ്യം പറയുന്നു. ആ യേശു എന്ന പേരിനെ ദൈവം എന്ത് ചെയ്തു? അഭിഷേകം ചെയ്തു. അപ്പോൾ ആ യേശു എന്ന പേരിൻ്റെ ശരീരത്തിന് അഭിഷക്തൻ എന്ന പേരും കൂടെ കിട്ടി. അങ്ങനെ യേശു ക്രിസ്തുവായി. അപ്പോൾ യേശു ക്രിസ്തു എന്ന പേര് ദൈവത്തിൻ്റെ ഒരു പദ്ധതിയാണ്. ഹല്ലേലൂയ. അത് ദൈവം അവന് കൊടുത്തതാണ്. യേശു എന്ന പേര് ഇത് ദൈവത്തിൻ്റെ പേരാണ്. ദൈവത്തിന് ആരും കൊടുത്തതല്ല. ദൈവം എന്നുണ്ടോ അന്നു മുതലുള്ള പേരാണ്, ദൈവത്തിൻ്റെ പേരാണ് യേശു എന്ന പേര്. അതിന് ഭാഷകൾക്ക് മാറ്റം അനുസരിച്ച് ഉച്ചാരണത്തിന് വ്യത്യാസം വന്നതുകൊണ്ട് അർത്ഥത്തിനും അത് കേൾക്കുന്ന പിശാചിനും ഒരു പ്രശ്നവുമില്ല. യേശുവ എന്ന പേരിലും പിശാച് പുറത്താകും. യേശു എന്ന് പറഞ്ഞാലും ഈശു എന്ന് പറഞ്ഞാലും പിശാചിന് വ്യത്യാസങ്ങളൊന്നുമില്ല. പിശാച് സ്ഥലം കാലിയാക്കും ഇത് കേൾക്കുമ്പോൾ. കാരണം പിശാചിന് നിൽക്കാൻ പറ്റത്തില്ല. മോശയുടെ ശരീരം സംബന്ധിച്ച് പ്രധാന ദൂതനായ മീഖയേൽ പോലും കർത്താവ് നിന്നെ ഫലിക്കട്ടെ എന്നേ പറഞ്ഞോളൂ. അല്ലാതെ യേശു നിന്നെ ഫലിക്കട്ടെ എന്ന് പറയാൻ അവന് അനുവാദമില്ല. ഇന്ന് ദൈവസന്നിധിയിലുള്ള എല്ലാ ദൂതന്മാരിൽ മികവുള്ള ദൂതനായി, ഇന്നത്തെ കാര്യമാണ് പറയുന്നത്, മികവുള്ള ദൂതനാണ് മീഖായേൽ. മീഖായേലിന് പോലും യേശു എന്ന പേര് ഉച്ചരിപ്പാൻ പറ്റില്ല. അങ്ങനെ ഉച്ചരിച്ചാൽ അവൻ കത്തിപ്പോകും. അത്രയ്ക്ക് അതിഭയങ്കര, അതിശ്രേഷ്ഠ, എല്ലാ പേരിനേക്കാൾ മേലായ പേരാണ് യേശു ക്രിസ്തു എന്ന പേര്. പ്രൈസ് ദി ലോർഡ്. ഈ പേരിൽ സ്നാനപ്പെടാൻ എനിക്ക് ദൈവഭാഗ്യം നൽകിയതിനായി സ്തോത്രം. എൻ്റെ പ്രിയരെ, ഈ പേരിൽ സ്നാനപ്പെട്ടത് കൊണ്ട് എനിക്ക് ലഭിച്ച ഭാഗ്യം ഒന്ന്, എനിക്ക് പാപമോചനം ലഭിച്ചു. ഒന്നാമത്തെ യോഗ്യത, എനിക്ക് പാപമോചനം ലഭിച്ചു. രണ്ടാമത്തെ യോഗ്യത, അതുകൊണ്ട് എൻ്റെ ഹൃദയത്തിൽ യേശു ക്രിസ്തു തന്നെ ജനിച്ചു.
പത്രോസിൻ്റെ ഉപദേശം, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിന് ഓരോരുത്തൻ യേശു ക്രിസ്തുവിൻ്റെ പേരിൽ സ്നാനപ്പെടുവീൻ, എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും. ഈ പരിശുദ്ധാത്മാവെന്ന ദാനം മറിയത്തിൻ്റെ ഗർഭപാത്രത്തിൽ അയച്ചപ്പോൾ ദൈവശക്തിയാൽ മറിയത്തിൻ്റെ ഗർഭപാത്രത്തിൽ ഒരു മനുഷ്യൻ ജഡം ധരിച്ചതുപോലെ ഞാൻ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനപ്പെടുവാൻ ദൈവത്തെ അനുസരിച്ചപ്പോൾ യേശുക്രിസ്തു എന്ന സ്ഥാനാധിപതി എന്നെ സ്നാനപ്പെടുത്തി യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ. അതായത് ഓരോ അഭിഷക്തനിലും യേശുക്രിസ്തു എന്ന വ്യക്തി വസിച്ചുകൊണ്ട് തൻ്റെ ദാസന്മാരെ ദൈവം ഉപയോഗിക്കുകയാണ്. അങ്ങനെയാണ് ദൈവത്തിൻ്റെ ദാസൻ ഇന്നും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ നിന്നെ ജലാശയത്തിൽ സ്നാനപ്പെടുത്തുന്നു എന്ന് പറയുമ്പോൾ അവനിലുള്ള അഭിഷേകമായി ഇത് ചെയ്യുന്നത്. ഈ അഭിഷേകം സമം യേശു ക്രിസ്തു. അപ്പോൾ ഈ അഭിഷക്തനിലൂടെ ഈ അഭിഷേകം അങ്ങനെയാണെങ്കിൽ ആരാണ്? യേശു ക്രിസ്തു തന്നെയാണ് എന്നെ സ്നാനപ്പെടുത്തിയത്. ഇത് രഹസ്യമാണ്. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനപ്പെടുത്തി. ഇക്കാരണത്താൽ എനിക്ക് പാപമോചനം ലഭിച്ചു. എൻ്റെ രഹസ്യം നിങ്ങൾ സഹോദര മനസ്സിലാക്കണമേ. ഞാൻ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനപ്പെടുവാൻ സമർപ്പണത്തോടുകൂടി ദൈവസ്ഥ നിൽക്കുന്നു. എൻ്റെ സാക്ഷിവചനങ്ങളാലും ദൈവത്തിൻ്റെ കൽപ്പന പ്രകാരം എന്നെ ഒരു അഭിഷക്തൻ സ്നാനപ്പെടുത്തുന്നു. അവൻ അഭിഷക്തനായിരുന്നപ്പോൾ പെന്തക്കോസ്ത് നാളിൽ കർത്താവിൻ്റെ ശക്തി ലഭിച്ച നാളിൽ അവരെല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞ് അന്യഭാഷയിൽ സംസാരിച്ചു. അങ്ങനെയെങ്കിൽ അന്നു മുതൽ ഇന്നു വരെയും പരിശുദ്ധാത്മാവിൽ നിറവുള്ളവനും ദൈവം കൊടുക്കുന്ന ദാനമാണ് പിതാവിനോട് സംസാരിക്കാനുള്ള ഭാഷ, അന്യഭാഷ. അങ്ങനെ അഭിഷക്തന്മാരുടെ കൂട്ടത്തിലും ദൈവം വിളിച്ചു വേർതിരിക്കുന്നവരാണ് കർത്താവിൻ്റെ വേലക്കാർ. അങ്ങനെ വേലക്കാരായിരിക്കുന്ന ഒരു അഭിഷക്തന്റെ കരങ്ങളാൽ സ്നാനപ്പെടുമ്പോഴാണ് യേശുക്രിസ്തുവിൻ്റെ കൈക്കീഴിലുള്ള സ്നാനം ലഭിക്കുന്നത്. യേശുക്രിസ്തുവിൻ്റെ കൈക്കീഴിൽ സ്നാനപ്പെട്ട ഒരു വ്യക്തിയിലേക്ക് യേശുക്രിസ്തു ഹൃദയത്തിലേക്ക് പ്രവേശിച്ച് യേശുക്രിസ്തു വീണ്ടും ജനിക്കുന്നു. അഥവാ വചനം ജഡമായി തീരുന്നു. എവിടെ? വിശ്വസിച്ച് സ്നാനപ്പെടുന്ന വ്യക്തിയുടെ ഹൃദയത്തിൽ. ഇക്കാരണങ്ങളാൽ ഞാൻ യേശുക്രിസ്തുവിനെ ധരിക്കുന്നു. യേശുക്രിസ്തുവിനെ ധരിക്കുന്നു. ഈ മുസ്ലിം സഹോദരിമാർ പർദ്ദ ധരിക്കുന്നത് പോലെ എൻ്റെ ശിരസ് മുതൽ ഉള്ളംകാല് വരെയും എൻ്റെ ആത്മാവിലും ജീവനിലും ശരീരത്തിലും ഞാൻ യേശുക്രിസ്തുവിനെ ധരിക്കുന്നു. യേശുക്രിസ്തു എന്ന പേരിനെ ധരിക്കുന്നു, വ്യക്തിയെ ധരിക്കുന്നു. യേശുക്രിസ്തു എന്ന പേരിനെ ധരിക്കുന്നു, വ്യക്തിയെ ധരിക്കുന്നു. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ, അത് മുഖാന്തരം ഞാൻ യേശുക്രിസ്തുവിനോട് ചേരുന്നു. ഞാൻ യേശുക്രിസ്തുവിനെ ധരിക്കുന്നു. യേശുക്രിസ്തു പാപമോചനം ഉണ്ടാകുന്നു. യേശുക്രിസ്തു എന്നിൽ ജനിക്കുന്നു. എനിക്ക് ലഭിക്കുന്ന ലോകത്തിൽ വെച്ച് ഏറ്റവും വലിയ ഭാഗ്യം, ഈ ഭാഗ്യ പദവി എനിക്ക് ലഭിക്കാൻ വേണ്ടിയാണ് ദൈവം ഈ ഭൂമിയിൽ മനുഷ്യനായി തീർന്നത്. ആ മനുഷ്യനെ ദൈവം അഭിഷേകം ചെയ്തത്. ആ ദൈവം ആ ഒരു ശരീരത്തെ അഭിഷേകം, ഇപ്പം ഒരു ശരീരം ജനിച്ചാൽ മാത്രമേ ദൈവത്താൽ, മനുഷ്യൻ്റെ ഇഷ്ടം കൂടാതെ ഒരു ശരീരം ജനിച്ചാൽ മാത്രമേ ദൈവത്തിന് ആ ശരീരത്തെ അഭിഷേകം ചെയ്യാൻ പറ്റത്തുള്ളൂ. ആ ശരീരത്തിലൂടെ മനുഷ്യൻ്റെ പാവങ്ങളെ മോചിപ്പിക്കാൻ പറ്റത്തുള്ളൂ. അതിനുവേണ്ടി ദൈവം മനുഷ്യനായി തീർന്നു. ആ മനുഷ്യ ശരീരത്തിന് യേശു എന്ന് പേരിട്ടു. ആ യേശു എന്ന ശരീരത്തെ ദൈവം അഭിഷേകം ചെയ്തു. യേശു ക്രിസ്തുവായി. നീ എൻ്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു എന്നുള്ള തിരുവെഴുത്തും പ്രകാരം അവൻ യേശുക്രിസ്തു എന്ന പേരിനൊരു ജനനം കൊടുക്കുന്നു. യേശുക്രിസ്തു എന്ന പേരിന് ദൈവം ഒരു ആരംഭം കൊടുക്കുന്നു. ഈ ആരംഭം കൊടുക്കുന്നതുകൊണ്ട് യേശു എന്ന പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയ സഹോദരങ്ങളെ, എൻ്റെ വാക്ക് സമയത്തിൽ തീർന്നതുകൊണ്ട് ഞാൻ ഇവിടെ നിർത്തുകയാണ്. അടുത്ത ക്ലിപ്പിൽ നമുക്ക് അടുത്ത ഭാഗം കേൾക്കാം. പ്രിയരെ, എത്ര നല്ലവനായ ദൈവം ഇത്രയധികം നമ്മെ സ്നേഹിക്കുമ്പോൾ നമുക്ക് അവനെ സേവിക്കാം, അവൻ്റെ വഴികളിൽ നടക്കാം, അവന് പ്രസാദമുള്ളത് ചെയ്യാം. എത്ര നല്ലവൻ യേശുനാഥൻ എന്ന് പാടി കർത്താവിനോട് ചേർന്നിരിപ്പാൻ,
അവൻ എന്നോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വിടുവിക്കും. അവൻ എൻ്റെ നാമത്തെ അറിയുകയാൽ, എൻ്റെ പേരിനെ അറിയുകയാൽ. 91 സങ്കീർത്തനം 14 വാക്യം. അവൻ്റെ പ്രിയ സഹോദരങ്ങളെ, ദൈവപുത്രനെ ദൈവം ജനിപ്പിക്കുക. ആ ദൈവം ദൈവത്തിൻ്റെ പുത്രൻ, ഇനി എൻ്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിക്കുന്ന ഇന്നെന്നുള്ള ദിവസത്തിൽ കടന്നു പോകുവാൻ വിളിക്കപ്പെട്ട യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വിളിക്കപ്പെട്ട ദൈവജനമേ, ഞാൻ നിങ്ങളെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്ന ആ ഭാഗ്യ നിർണയപ്രകാരമുള്ള വിളി ദൈവം എനിക്ക് തന്നു, നിങ്ങൾക്കും തന്നു എന്ന് വിശ്വസിക്കട്ടെ. അഥവാ ആർക്കെങ്കിലും ഈ വിളി ലഭിച്ചിട്ടില്ല, വെളിപ്പെട്ടിട്ടുണ്ട് സത്യം, താമസിയാതെ വേഗം യേശുക്രിസ്തു നാമത്തിൽ വിശ്വസിച്ച് യേശുക്രിസ്തു സ്നാനപ്പെട്ട് വേർപെട്ടുകൊള്ളുവിൻ പ്രിയരെ. ആമേൻ. കർത്താവായ യേശു നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് വാക്കുകളെ തൽക്കാലം ഉപമയിരിക്കുന്നു. ദൈവമായ യേശുക്രിസ്തു നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ, സഹായിക്കുമാറാകട്ടെ.